രാജീവിന് മാസം 1,00,000 രൂപയാണ് ഞങ്ങൾ ശമ്പളം കൊടുക്കുന്നത്. മാത്രമല്ല കമ്പനി വക ക്വാർട്ടേഴ്സും കാറും വേറെയുണ്ട്. അങ്ങനെയുള്ള രാജീവ് ഭാര്യയെ മറ്റൊരു വീട്ടിൽ അടുക്കള പണിക്ക് അയക്കുമെന്ന് തോന്നുന്നുണ്ടോ? നിർത്തിയാ തന്നെ അത് ശരിയാണോ? നീ തന്നെ ഒന്ന് പറഞ്ഞേ. അത് ശരിയല്ല. അതെ, നോക്ക് കല്യാണി, നിനക്ക് നിന്റെ അച്ഛനെ നന്നായിട്ട് നോക്കണ്ടേ? അനിയൻകുട്ടനെ പഠിപ്പിച്ച് വലിയ ആളാക്കണ്ടേ? വേണ്ടേ? പറഞ്ഞീ. വേണം. അതാ ഞാൻ പറഞ്ഞതും. ഇവിടെ ജോലി ചെയ്താ എനിക്ക് മാസം 10,000 രൂപ കിട്ടും. കല്യാണം കഴിഞ്ഞ് പോയാ പിന്നെ അതും കിട്ടില്ല. പിന്നെ എങ്ങനെയാ അച്ഛനെ അനിയൻകുട്ടനെ സഹായിക്കണേ? അയ്യോ കല്യാണി, നീ പാചകം ഒന്നും ചെയ്യണ്ട. ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഹെർബൽ ബ്യൂട്ടി പ്രോഡക്റ്റിന്റെ ബ്രാൻഡ് അംബാസിഡർ നീ ഇപ്പോ. മാസം നിനക്ക് എന്ത് ശമ്പളമാ വേണ്ടെന്ന് നീ ഞങ്ങളോടാ പറയേണ്ടത്. അങ്ങനെയാണോ? എങ്കിൽ മാസശമ്പളം തരൂ. എനിക്ക് മാസാമാസ ശമ്പളം തരും. അതാണല്ലോ തരേണ്ടത്. എത്രയാണെന്ന് നീ പറ. വല്യകുഞ്ഞെ, അങ്ങനെയാണെങ്കിൽ എനിക്കൊരു 2,000 രൂപ തരാൻ പറ്റുമോ? 2,000 രൂപയോ? അയ്യോ, എന്തിനാ ചിരിക്കണേ? ഞാൻ ചോദിച്ചത് കൂടിപ്പോയോ? കല്യാണി, എന്ത് മണ്ടത്തരമായി പറയുന്നേ? പാചകത്തിന് 10,000 രൂപയാ നിന്റെ ഇവിടുത്തെ ശമ്പളം. അപ്പൊ ഒരു കമ്പനിയുടെ ബ്രാൻഡ് അംബാസിഡറിന് 2,000 രൂപ എങ്ങനെ ശരിയാവും? അല്പം പോലും ബുദ്ധിയില്ലല്ലോ നിനക്ക്. ഏയ്, അങ്ങനെ എന്നെ കളിയാക്കല്ലേ. പാചകത്തിന് രാവിലെ എണീറ്റ് കുളിച്ച് ബെഡ് കോഫി തൊട്ട് തുടങ്ങി രാത്രി ഡിന്നർ വരെ വലിയ ജോലിയല്ലേ? ഇതെന്താപ്പോ ബ്രാൻഡ് അംബാസിഡർ എന്ന് പറഞ്ഞാ വെറുതെ ക്യാമറയ്ക്ക് മുന്നിൽ ചിരിച്ചാ മതിയെന്നാ അനികുഞ്ഞൻ പറഞ്ഞത്. വെറുതെ ഒന്ന് ചിരിച്ചു കാണിക്കുന്നതിന് ഇതിൽ കൂടുതൽ ശമ്പളം ചോദിക്കുന്ന മോശമല്ലേ? അതാ അപ്പൊ ഞാൻ. അത് നിനക്ക് അറിയാത്തോണ്ടാ. വലിയ കമ്പനികളുടെ ബ്രാൻഡ് അംബാസിഡറിന് കോടികൾ അവര് പ്രതിഫലം കൊടുക്കുന്നത്. ഏതായാലും ഇവിടെ ഇപ്പം നിനക്ക് മാസം 50,000 രൂപ തരാന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. എന്താ അതുപോലെ? എന്റെ ഈശ്വര, ചിന്തിക്കാൻ കൂടി വയ്യ. 50,000 രൂപയോ? ആ, 500 രൂപയുടെ ഒറ്റനോട്ടും കൊണ്ട് ചന്തയിൽ പോകുമ്പോ തന്നെ എനിക്കൊരു വിറയല. അങ്ങനെയുള്ള എനിക്ക് 50,000 രൂപ ശമ്പളം എന്ന് പറഞ്ഞാ കല്യാണി ഇപ്പൊ ബോധം കിട്ടി വീഴുള്ളൂ. ആയിക്കോട്ടെ, മെഡിസിൻ എടുത്ത് ശരിയാക്കിക്കോളാം. നീ ശ്രദ്ധിക്കുന്നില്ലേ കല്യാണി? ഇപ്പൊ എല്ലാവരുടെയും മുഖത്ത് സന്തോഷം. അതാ ഏറ്റവും പ്രധാനം. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ ഉടൻ അരവിന്ദിന്റെ നന്ദനയുടെ കല്യാണം നടത്തും.